നമുക്കൊരു ഫുൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനെ ഇവിടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. മാരിനേഷൻ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ പൊടി അതുപോലെ കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ യോഗട്ടും ഒരു ചെറുനാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായിട്ട് തിരുമ്മി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. 600 ഗ്രാമിൻ്റെ ചിക്കനാണ് ഇത്. മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ നല്ലത്. ഇനി ഇതിൻ്റെ കാല് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇളക്കി പോകാണ്ടിരിക്കാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കണം. ബോഡിയോട് കൂടിയിട്ട് ഇതിങ്ങനെ കുതി കൊടുത്താൽ മതി. 2 മണിക്കൂറിന് ശേഷം കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മുടെ ചിക്കൻ ഇട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 15 to 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് നമ്മുടെ ചിക്കൻ ഇട്ട് 2 വശവും നന്നായിട്ട് മൊരിച്ചെടുക്കണം. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ആയ ചിക്കന് ഇതിന്ന് മാറ്റി വെച്ചിട്ട് സെയിം ഓയിലിൽ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞതും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ പൊടികൾ ചേർക്കുക. മഞ്ഞൾ പൊടിയും അതുപോലെ മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മാറി ഇതിൻ്റെ റോസ് സ്മെല്ല് മാറി വരുമ്പോൾ നമുക്കൊരു തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാകുന്ന വരെ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ മസാലയായിട്ട് ഇത് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരും. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ചിക്കൻ റോസ്റ്റ് റെഡിയായി. കിടിലൻ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു.